ഹലോ എവ്രി വൺ, വെൽക്കം ടു സൺഡേസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓണം ഔട്ട്ഫിറ്റാണ്. സെമി സർക്കുലർ ആയിട്ടാണ് ഇതിൻ്റെ സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 3 മീറ്റർ ഫാബ്രിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് നമുക്കൊന്നുകൂടെ ഡയഗണലിയും കൂടെ സൈഡ് വൈസ് ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ വേസ്റ്റും ഫുൾ ലെങ്ത്തും മാർക്ക് ചെയ്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4, അതായത് 4 ഫോൾഡാണല്ലോ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആദ്യം 2ആയിട്ട് ഫോൾഡ് ചെയ്തു, പിന്നെ ഡയഗണലി ഒന്ന് ഫോൾഡ് ചെയ്തു, അപ്പം 4 ഫോൾഡാണ്. അപ്പോൾ വേസ്റ്റിനെ ഡിവൈഡഡ് ബൈ 4, അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ലെങ്ത്ത്, അപ്പോൾ ലെങ്ത്ത് ബോർഡർ ഞാൻ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോർഡർ നിങ്ങൾ എത്ര ഇഞ്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിന്ന് മൈനസ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൽ മെഷർ ചെയ്തെടുക്കുക. അതായത് എനിക്കിപ്പോൾ 39 ഫുൾ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 5 ഇഞ്ചാണ് ബോർഡർ കൊടുക്കുന്നത്. സോ 39 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 34 ഞാനിപ്പം ഇതിൽ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്കതും ഇതേപോലെ രണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള പാർട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇനി ഞാനിതിൽ ഇത് ജസ്റ്റ് ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ ഞാനൊരു ഗോൾഡൻ ലൈൻസ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിനെ ഞാൻ ഈക്വൽ ആയിട്ടുള്ള പാർട്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 7 ഇഞ്ചിലാണ് ഇത് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ ഓരോ മാർക്കിംഗ് ഇടുക. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫുള്ളും 7 ഇഞ്ച് തന്നെ ഇടാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഫസ്റ്റ് ഫുൾ അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അതിനെന്ന് വെച്ച് ഡിവൈഡ് ചെയ്തെടുക്കുക. ഞാനത് 7ൽ ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട്. മേളിലും അതേപോലെ തന്നെ ഫുൾ ഒന്ന് മെഷർ ചെയ്ത് വെച്ച് അതിനെ ഒന്ന് ഈക്വൽ പാർട്ടായിട്ട് താഴെയുള്ള അത്രയും പാർട്ടായിട്ട് മേളിലും നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. മേളിൽ ഞാൻ 1.4 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മാർക്കിങ്സ് തമ്മിൽ 2 സൈഡിലും അത് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആ മാർക്കിങ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. താഴ്ന്ന മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കതിനെ ജോയിൻ ചെയ്യാം. ഒരു ടേപ്പോ സ്കെയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അത് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് മേളിൽ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫുൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാനൊരു ഗോൾഡൻ ത്രെഡ്, എനിക്ക് മേളിലിരുന്ന ത്രെഡ് കിട്ടിയില്ല. സോ ഞാനിത് എംബ്രോയ്ഡറി ത്രെഡ് ബോബിനിൽ ചുറ്റിയിട്ട് അത് വെച്ചിട്ട് അതായത് ഞാനപ്പോൾ റോങ് സൈഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, വരച്ചേക്കുന്നത്. എന്നിട്ട് നമുക്കത് അടിഭാഗം, അതായത് അടിനൂല് നല്ല ഭാഗത്ത് വരുന്നത് പോലെ തിരിച്ചിട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുമ്മാ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഗോൾഡൻ ലൈനിങ്ങിനെ സ്കേർട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫുൾ അങ്ങനെ സ്റ്റിച്ച്, ചുമ്മാ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ വേറൊരു ഭംഗി തന്നെയാണ്. ഇനിയിപ്പം നമുക്കതിൻ്റെ ബോർഡർ കട്ട് ചെയ്തെടുക്കാം. ബോർഡറിനായിട്ട് നിങ്ങളുടെ അടുത്ത് ബോർഡറായിട്ട് ലേസ് എന്തെങ്കിലും ഗോൾഡൻ ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് അങ്ങനെ ലേസ് ഇല്ല. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഗോൾഡൻ ഫാബ്രിക്കിൽ താഴോട്ടുള്ള അംബ്രല്ല കട്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തേച്ച് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് 5 ഇഞ്ചിൽ താഴേക്കുള്ള ഭാഗം അംബ്രല്ല കട്ടിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബോർഡർ നിങ്ങളുടെ അടുത്ത് ഗോൾഡൻ ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക് ആണെങ്കിൽ ഇതിങ്ങനെ അംബ്രല്ല കട്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലെയർഡ് ആയിട്ട് നമുക്ക് കിട്ടും. താഴോട്ട് കുറേ കൂടി ഫ്ലെയർ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്കത് ജോയിൻ ചെയ്യാം. അതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിലോട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ വേസ്റ്റ് ലൈനായിട്ട് 2.5 ഇഞ്ചിലുള്ള വേസ്റ്റ് ബാൻഡാണ് ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഒരു വേസ്റ്റ് ബാൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് വേസ്റ്റിലേക്ക് ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബോർഡറും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിനായിട്ട് റൈറ്റ് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് ഫേസ് ചെയ്ത് വെച്ചേച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതല്ല, ഫാബ്രിക്കിൽ കട്ട് ചെയ്തതല്ല, ലേസാണ് ബോർഡറായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കേർട്ടിൻ്റെ മുകളിലേക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇതേപോലെ മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. അതപ്പോൾ ബോർഡർ അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബേസ് ലൈൻ എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതായത് റൈറ്റ് സൈഡിലേക്ക് ഫേസിങ് വെച്ച് വേസ്റ്റ് ബാൻഡ് വെച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് തിരിച്ചടിച്ചാൽ മതി.
വേസ്റ്റ് ലൈനിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് മാറും. ചെറിയ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വേസ്റ്റ് ലൈൻ മതി. അതല്ല ഇച്ചിരി വിഡ്ത്ത് കൂടിയ വീതി കൂടി ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിഡ്ത്ത് കൂടിയ വേസ്റ്റ് ലൈൻ പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഇതിൽ സിബ് വെച്ചിട്ടാണ് സൈഡ് സീം ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു വേസ്റ്റ് ലൈൻ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് സീമിൽ ജസ്റ്റ് ഒരു സിബ് വെച്ചിട്ടാണ് ഞാനിതിൻ്റെ സൈഡ് സീം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതല്ല ഇലാസ്റ്റിക് വെക്കണമെങ്കിൽ ഇതിനകത്തോട് ഇലാസ്റ്റിക് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അതല്ല ഹുക്കാണെന്നുണ്ടെങ്കിൽ ഹുക്ക് വെക്കാം. അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സൈഡ് സീം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊരു സെമി സർക്കുലർ സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്, എങ്കിൽ പോലും നല്ല ഫ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് നല്ല ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഫ്ലെയറും കൂടി വരുമല്ലോ. അപ്പോൾ ഇത് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹെവി ഒന്നും അല്ലതാനും. അപ്പോൾ എല്ലാവർക്കും ഈ സ്കേർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ് തരാൻ മറക്കരുത്. വീണ്ടും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.